തിരുവനന്തപുരം വിതുരയിൽ കാട്ടാന ആദിവാസിയുടെ വീട് തകർത്തു. മണലി കളമൂട്ടുപാറ രാധയുടെ വീടാണ് ഇന്നലെ രാത്രി ആക്രമിച്ചത്. കാട്ടാന വരുന്നത് കണ്ട് ഇവർ ഓടി മാറുകയായിരുന്നു. മനീഷ് മഹിബാലുണ്ട് ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങളുമായി. മനീഷ്, എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ഉന്മേഷ്, സ്ഥിരമായി വന്യജീവികളുടെ ശല്യമുള്ള സ്ഥലമാണ്. പ്രത്യേകിച്ചും ആനയടക്കമുള്ള മൃഗങ്ങൾ എത്തുന്ന അങ്ങനെ വന്യജീവിയുള്ള ഒരു മേഖലയാണ്. പക്ഷേ ഈ രീതിയിലുള്ള അക്രമ സംഭവങ്ങൾ വിതുരയിൽ അടുത്തിടയിൽ ഉണ്ടായതായി റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നിലവിലുണ്ടായ സംഭവം ഇങ്ങനെയാണ്. ഇന്നലെ രാത്രിയിലാണ് കാട്ടാന ഒരു വീട്ടമ്മ മാത്രം താമസിക്കുന്ന ഒരു വീട്, അത് മണലി കളമൂട്ടുപാറ സ്വദേശിനായിട്ടുള്ള രാധയുടെ വീട്ടിലാണ് ഇന്നലെ രാത്രി ഈ ആന എത്തിയത്. ഈ സംഭവം മറ്റുള്ള ആളുകളൊക്കെ തന്നെ അറിയുന്നത് രാവിലെയാണ്. ഈ അവിടുത്തെയുള്ള പഞ്ചായത്ത്, അതായത് വിതുര പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വാർഡിലാണ് ഈ സംഭവം എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയം. പാലോട് വനം വകുപ്പ് ഉദ്യോഗസ്ഥർ ഇന്ന് രാവിലെ ഈ സ്ഥലം സന്ദർശിച്ചു. രാധ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത്. കാട്ടാന വരുന്നത് കണ്ട് ഇവർ ഈ വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഒരു ഷെഡ് പോലത്തെ ഒരു വീട്ടിലാണ് ഇവർ ഒറ്റയ്ക്ക് താമസിച്ചു വന്നിരുന്നത്. വനം വകുപ്പ് അവിടെ എത്തി പരിശോധന നടത്തിയിട്ടുണ്ട്. ഇനിയും ആന അങ്ങോട്ടേക്ക് വരാനുള്ള സാധ്യത കണക്കാക്കിക്കൊണ്ട് പഞ്ചായത്തിന് ഇവരെ മറ്റൊരു പാർപ്പിടം ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള വനം വകുപ്പ് പഞ്ചായത്തിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. അങ്ങനെ അത്തരം കാര്യങ്ങൾ ആലോചിച്ച് വരികയാണ്. എന്താണെങ്കിലും ആർക്കും ഈ കാട്ടാന ഈ ജനവാസ മേഖലയിലേക്ക് ഇറങ്ങി മറ്റു നാശനഷ്ടങ്ങളില്ല. പക്ഷേ ഈ ഒറ്റയ്ക്ക് താമസിക്കുന്ന രാധയുടെ വീട് പൂർണ്ണമായും ആന നശിപ്പിച്ചു. ഉന്മേഷ്. മനീഷ് മഹിബാലാണ് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത് തിരുവനന്തപുരത്ത്.